പുന്നാരയും നീലക്കുറിഞ്ഞികളും. രചന വിനോദ് നാരായണൻ. നറേഷൻ വിനോദ് നാരായണൻ. ഒരിക്കൽ വയലറ്റ് പൂക്കളുള്ള താഴ്വാരത്ത് ഒരു മനോഹരമായ മരവീട് ഉണ്ടായിരുന്നു. നീലഗിരിയുടെ അടിവാരത്തായിരുന്നു നീലപ്പൂക്കളുടെ താഴ്വര. മഞ്ഞയും ചുവപ്പും ചായം പൂശിയ മരവീട്ടിൽ മല്ലികക്കുട്ടി എന്നൊരു ബാലിക താമസിച്ചിരുന്നു. പൂക്കളെടുത്ത് ദൂരെയുള്ള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു അവളുടെ ജോലി. പക്ഷേ അവൾക്ക് വെറും 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഏകയായിരുന്നു. അവൾക്ക് ഒരു കൂട്ടുകാരിയെ വേണമെന്ന് മോഹമുദിച്ചു. ഒരു ദിവസം അവൾ പൂക്കൂടയോട് ചോദിച്ചു, "ഏയ് പൂക്കൂടെ, എനിക്കൊരു കൂട്ടുകാരിയെ തരുമോ?" അപ്പോൾ പൂക്കൂട പറഞ്ഞു, "എന്നോടല്ലാതെ ചോദിക്കേണ്ടത് വയലറ്റ് നിറമുള്ള പൂക്കളോട് ചോദിക്കൂ." മല്ലികക്കുട്ടി നീല നിറമുള്ള പൂക്കളുടെ അടുത്തെത്തി ചോദിച്ചു, "ഏയ് വയലറ്റ് നിറമുള്ള പൂക്കളെ, എനിക്കൊരു കൂട്ടുകാരിയെ തരുമോ?" വയലറ്റ് നിറമുള്ള പൂക്കൾ കുടുകുടെ ചിരിച്ചിട്ട് പറഞ്ഞു, "കൂട്ടുകാരി, ഞങ്ങളുടെ നിറം നീല തന്നെ, പക്ഷേ ഞങ്ങളുടെ പേര് നീലക്കുറിഞ്ഞി എന്നാണ്." "നീലക്കുറിഞ്ഞി എന്നാണോ നിങ്ങളുടെ പേര്? അത് നല്ല പേരാണ്." മല്ലികക്കുട്ടി നീലഗിരി മലനിരകളെയും താഴ്വരയെയും ഒരു വയലറ്റ് പുതപ്പ് പോലെ പുതച്ചിരിക്കുന്ന എല്ലാ നീലക്കുറിഞ്ഞി പൂക്കളെയും അഭിവാദ്യം ചെയ്തു. അപ്പോൾ നീലക്കുറിഞ്ഞി പറഞ്ഞു, "ശരി കുട്ടി, നീ കാണിമലയിൽ ചെന്ന് തക്കുടുബോധത്തോട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. തക്കുടുബോധം നിനക്കൊരു കൂട്ടുകാരിയെ തരും." മല്ലികക്കുട്ടി നീലക്കുറിഞ്ഞികൾക്ക് നന്ദി പറഞ്ഞ് അപ്പോൾ തന്നെ കാണിമലയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല. "ഏയ് തക്കുടുബോധം, നിങ്ങൾ എവിടെയാണ്?" മല്ലികക്കുട്ടി ഉറക്കെ വിളിച്ചു ചോദിച്ചു. "ഇവിടെയുണ്ട്, താഴേക്ക് നോക്കൂ." ആ ശബ്ദം കേട്ട് മല്ലിക താഴേക്ക് നോക്കിയപ്പോൾ ഒരു ചുവന്ന കോണിനടിയിൽ ഒരു കുഞ്ഞു ഭൂതം കുഞ്ഞിക്കാൽ നീട്ടിയിരുന്ന് ഒരു കുഞ്ഞിക്കൊട്ട നിറയെ ചോറ് ഉണ്ണുന്നത് കണ്ടു. മല്ലികക്കുട്ടിക്ക് തക്കുടുബോധത്തെ കണ്ട് ചിരി പൊട്ടിപ്പോയി. "വെറുതെ ചിരിക്കാതെ കാര്യം പറവച്ചേ." തക്കുടുബോധത്തിന് ദേഷ്യം വന്നു. മല്ലികക്കുട്ടി പറഞ്ഞു, "എനിക്കൊരു കൂട്ടുകാരിയെ വേണം, നീലക്കുറിഞ്ഞികൾ പറഞ്ഞിട്ടാണ്." തക്കുടുബോധം ഉടൻ Sample complete. Ready to continue?